So we are learning about the metal carbonyls. നമ്മൾ ഇന്നലെ മെറ്റൽ കാർബണൈറ്റ്സിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. ഏതൊക്കെ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ് ആണ് ഹോമോലെപ്റ്റിക് മെറ്റൽ കാർബണൈൽസ് തരുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. ഹോമോലെപ്റ്റിക് മെറ്റൽ കാർബണൈൽസിനെ തന്നെ മോണോന്യൂക്ലിയർ ആൻഡ് പോളിന്യൂക്ലിയർ കാർബണൈൽസ് തരുന്ന ട്രാൻസിഷൻ മെറ്റൽസിനെ പറ്റി ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. ആ വിവിധമായിട്ടുള്ള മോണോ ആൻഡ് പോളിന്യൂക്ലിയർ കാർബണൈൽസ് ഒക്കെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടു. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ മെറ്റൽ കാർബണൈൽസിലെ ബോണ്ടിങ്ങിനെ പറ്റിയാണ്. ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈൽസ്. Let's talk about bonding today. Bonding in metal carbonyls. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും നാൾ നമ്മൾ ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാർബൺ മോണോക്സൈഡിന്റെ വിവിധ തരത്തിലുള്ള ബൈൻഡിങ് മോഡ്സ് ഉണ്ട്. ചില കേസുകളിൽ കാർബൺ മോണോക്സൈഡ് ടെർമിനൽ ആയിട്ടായിരിക്കും ബൈൻഡ് ചെയ്യുന്നത്. ടെർമിനൽ ബൈൻഡിങ് മീൻസ് ദർ വിൽ ബി എ മെറ്റൽ കാർബൺ ബോണ്ട് ലൈക്ക് ദിസ് അല്ലെ, സി ട്രിപ്പിൾ ബോണ്ട് ഓ, ഇങ്ങനെയായിരിക്കും ബൈൻഡിങ് മോഡ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചില കേസുകളിൽ എന്തായിരിക്കും, അത് ടെർമിനൽ ആയിട്ടായിരിക്കത്തില്ല ബൈൻഡ് ചെയ്യുന്നത്, അത് ബ്രിഡ്ജിങ് ആയിട്ടായിരിക്കും ബൈൻഡ് ചെയ്യുന്നത്. ബ്രിഡ്ജിങ് മോഡായിരിക്കും അവിടെ ഉള്ളത് അല്ലെ. അങ്ങനെ നമ്മൾ അതായത് ഒരു കാർബൺ മോണോക്സൈഡ് തന്നെ രണ്ട് മെറ്റലുകളെ ബ്രിഡ്ജ് ചെയ്യാം. So there may be, most probably there may be a metal-metal bond in most cases, and these two metals may be bridged by the carbon monoxide or carbonyl ligand. Okay, so this is called the bridging mode. ഇനി ഇത് മാത്രമല്ല ബ്രിഡ്ജിങ് മോഡ് ആയിട്ടുള്ളത്, പല ബ്രിഡ്ജിങ് മോഡുകളുണ്ട്. ഇതാണ് ആദ്യം നമ്മൾ പറഞ്ഞതാണ് ടെർമിനൽ. ഓക്കെ, ടെർമിനൽ കാർബണൈൽസ്. Now we are talking about a bridging. Okay, bridging mode of bonding. And now the carbon monoxide has bridged two metal atoms. അപ്പോൾ ഇങ്ങനെ മാത്രമല്ല പോസിബിൾ ആയിട്ടുള്ളത്, മേ ബി ഇറ്റ് ക്യാൻ ഈവൻ ബൈൻഡ് 3 metal atoms. 3 metal ആറ്റത്തിനെ വേണമെങ്കിൽ അതിനെ ബൈൻഡ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്. ഓക്കെ, 3 metal atoms are there and this can be bound by carbon monoxide ligand. Okay, like this. Okay, like this. So it can form, it can bind 3 metal atoms at a time, or even more also. Okay, in very rare cases, and most probably the bridging will be like mu. This is called mu CO. Means that the carbon monoxide is a bridging one and it is bridging two metal atoms. Okay, അപ്പം ബ്രിഡ്ജിങ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 മെറ്റൽ ആറ്റം ഉണ്ടായിരിക്കണം, എങ്കിലേ ബ്രിഡ്ജിങ് പോസിബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മ്യൂ എന്ന് കൊടുക്കുന്നത്. മ്യൂ സിഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the carbon monoxide is bridging two metal atoms. അപ്പൊ പിന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ mu 2CO എന്ന് വേണമെങ്കിൽ എഴുതാം. mu 2CO. It means that it is binding two metal atoms. അപ്പോൾ ഈ 2 സ്പെസിഫൈ ചെയ്യണമെന്നില്ല. mu CO എന്ന് എഴുതിയാലും mu 2CO എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ്. It is binding two metal atoms. It is bridging two metal atoms. Okay, ഈ കേസിലാണെന്നുണ്ടെങ്കിൽ അത് 3 മെറ്റൽ ആറ്റംസിനെയാണ് ബ്രിഡ്ജ് ചെയ്യുന്നത്. ഇൻ ദാറ്റ് കേസ് വി വിൽ കോൾ ദിസ് ആസ് mu 3CO. ഓക്കെ, അപ്പം ഇങ്ങനത്തുള്ള പല ബൈൻഡിങ് മോഡുകളാണ് നമ്മുടെ കാർബൺ മോണോക്സൈഡിന് ഉള്ളത്. ഓക്കെ, സോ in multinuclear metal species, the carbon monoxide may adopt either this terminal bridging mode, or it can adopt this bridging terminal bonding mode, or it can adopt the bridging mode. Okay, the bridging mode will be mu or mu 3 in most cases. Okay, ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടി പരിഗണിക്കാനുള്ളത് hapticity of the carbon monoxide. What is meant by hapticity? Hapticity means the number of atoms of the ligand used for binding with metal. You already know this. Number of atoms of the ligand. Used for binding with metal. Used for binding with the metal is called hapticity. Okay, so what is the hapticity of the carbon monoxide?
in the above cases. ഈ കേസുകളൊക്കെ നമ്മുടെ കാർബോണൈൽ ലിഗാൻഡ്സിന്റെ ഹാപ്റ്റിസിറ്റി നിങ്ങളൊന്ന് പരിശോധിച്ച് എത്ര കാർബൺ മോണോക്സൈഡ് 2 ആറ്റംസ് ആണ് ഓൾറെഡി ഉള്ളത്, അല്ലെ എത്ര ആറ്റങ്ങളാണ് നമ്മളുടെ ബൈൻഡിങ്ങിന് വേണ്ടി മെറ്റലുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. In this case only carbon is making the bond. Here also carbon only is making the bond. Here also carbon only is making the bond. Oxygen is intact in all the cases. അല്ലെ, ഓക്സിജൻ ഒന്നും സംഭവിക്കുന്നില്ല, അത് ബോണ്ടിങ്ങിനൊന്നും പങ്കെടുക്കാതിരിക്കുകയാണ്. അപ്പൊ ഈ കേസുകളിലൊക്കെ നമുക്ക് അതിനെ മോണോഹാപ്റ്റോ എന്നാണ് വിളിക്കുന്നത്. മോണോഹാപ്റ്റോ മീൻസ് the only one atom is taking part in the bonding. So all those are monohapto. ഇപ്പൊ നമ്മൾ മിക്ക കാർബണൈൽസും പരിശോധിച്ചു കഴിഞ്ഞാൽ മിക്ക കാർബണൈൽസിലും this is the usual case. In most of the cases or the carbonyl ligands will be monohapto. Okay, so this is the normal situation. Monohapto. Okay, and in the rare cases it can be dihapto also. Okay, dihapto means the two atoms of the ligand can take part in the bonding. ഇവിടെ 2 ആറ്റമേ ഉള്ളൂ കൂടി കാർബൺ മോണോക്സൈഡിൽ. ആ കാർബൺ മോണോക്സൈഡിലെ 2 ആറ്റങ്ങളും ബോണ്ടിങ്ങിൽ പങ്കെടുക്കാം. ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ, M. Okay, then this is bound by the carbon monoxide. Okay, this is bridged by the carbon monoxide, and here it is a mu CO or mu2CO അല്ലേ, കാരണം 2 മെറ്റലിനെയാണ് ഈ കാർബൺ ഇവിടെ ബൈൻഡ് ചെയ്യുന്നത്. So it is a mu CO system or mu2CO system, and not only that, the oxygen is also making a bond with the metal. Oxygen is also making a bond with the metal. Okay, oxygen is also making an interaction with the metal. So both the carbon and oxygen are taking part in the bonding, or both atoms of the ligand are used for binding with the metal. So in addition to mu CO, it is also a dihapto CO. So in order to indicate that it is a dihapto, we have to write like eta 2. Okay, eta 2 means it is dihapto. Okay, it means both atoms of the carbon monoxide are binding with the metal. So we have to write like it is mu eta 2 CO. Okay, mu eta 2 CO. So in this case it's a dihapto ligand. So this is the hapticity of the carbon monoxide. In most of the cases it will be monohapto, and in rare cases it will be dihapto also. Okay, so this is what I have to talk about the bonding modes in carbon monoxide. Now I am going to talk about the how the bonding take place in carbon monoxide. കാർബൺ മോണോക്സൈഡിൽ എങ്ങനെയാണ് ബോണ്ടിങ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ഓർബിറ്റലുകളാണ് കാർബൺ മോണോക്സൈഡിലെ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഒരല്പം നമുക്ക് ചുരുക്കി എന്ന് പറയാം. നമ്മളതിന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഫീച്ചേഴ്സ് വളരെ വിശദമായിട്ടൊന്നും കിടക്കുന്നില്ല. We will go to simplest approach in order to understand the bonding in metal carbonyls. Okay, ഈ മെറ്റൽ കാർബണൈൽസിൽ 2 ടൈപ്പ് ഇന്ററാക്ഷൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് കാർബൺ ടു മെറ്റൽ sigma donation. Okay, sigma donation. I will explain what it is. And second, there will be metal to carbon pi back donation. Okay, I will explain what are these. Carbon to metal sigma donation and metal to carbon pi back donation. Okay, അപ്പോൾ നമ്മൾക്ക് കാർബണും ഓക്സിജനും തമ്മിലാണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ബോണ്ട് ഫോം ചെയ്യാൻ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കാർബൺ മോണോക്സൈഡിലെ കാർബൺ ആണ് നമ്മൾ മെറ്റലുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ കാർബൺ മോണോക്സൈഡിലെ കാർബണിലുള്ള ഒരു കാർബൺ മോണോക്സൈഡിലെ കാർബണിന് പ്രിഡോമിനന്റ് കോൺട്രിബ്യൂഷൻ ഉള്ള ഒരു ഹോമോ അല്ലെങ്കിൽ ഹയസ്റ്റ് ഓക്കുപൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. ഓക്കെ,
HOMO. നിങ്ങൾ കേട്ടിട്ടുണ്ടോ HOMO? Highest occupied molecular orbital. So the HOMO of COയും ഒരു വേക്കന്റ് മെറ്റൽ ഓർബിറ്റലും തമ്മിലാണ് ഇവിടെ ബോണ്ടിങ് നടക്കുന്നത്. HOMO of CO and വേക്കന്റ് മെറ്റൽ ഓർബിറ്റൽ. HOMO of CO and വേക്കന്റ് മെറ്റൽ ഓർബിറ്റൽ. ഇവർ തമ്മിലാണ് ഇവിടെ ബോണ്ടിങ് സംഭവിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ HOMO of CO ഞാനൊന്ന് വരച്ച് കാണിക്കാം. നിങ്ങൾ HOMO എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ആറ്റത്തിൽ ഒരു മോളിക്യൂളില് ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാകും അല്ലേ? അപ്പൊ ആ മോളിക്കുലാർ ഓർബിറ്റൽസിലാണ് ആ മോളിക്യൂളിലുള്ള ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്നത്. ഇവിടെ കാർബൺ മോണോക്സൈഡ് ആണ്, ഒരു സിമ്പിൾ മോളിക്യൂളാണ്, നമുക്ക് ഡയാറ്റോമിക് മോളിക്യൂളാണ്. കാർബണും ഓക്സിജനുമാണ് ഇവിടുത്തെ രണ്ട് ആറ്റങ്ങൾ. അവർ തമ്മിലാണ് ബോണ്ട് ഉള്ളത് അല്ലെ? അപ്പൊ ഇവിടുത്തെ കാർബണും ഓക്സിജനും തമ്മിലുള്ള അല്ലെങ്കിൽ കാർബണിന്റെയും ഓക്സിജന്റെയും അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. അപ്പൊ കാർബണിലും ഓക്സിജനിലും ഉള്ള കാർബണിന്റെയും ഓക്സിജന്റെയും അറ്റോമിക് ഓർബിറ്റൽസിൽ ഇരുന്ന ഇലക്ട്രോണുകൾ അപ്പം മോളിക്കുലാർ ഓർബിറ്റൽസിലായിരിക്കും പിന്നെ ഒക്കുപ്പൈ ചെയ്യുന്നത് അല്ലെ? അപ്പം ഈ മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് ഞാൻ പറഞ്ഞ അറ്റോമിക് ഓർബിറ്റൽസിന്റെ കോമ്പിനേഷൻ വഴിയാണ്. അങ്ങനെ ഒരുപാട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഏറ്റവും താഴ്ന്ന എനർജിയുള്ള മോളിക്കുലാർ ഓർബിറ്റൽ തൊട്ട് മുകളിലോട്ട് എനർജിയുള്ള മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഓരോ മോളിക്കുലാർ ഓർബിറ്റൽസിലും പരമാവധി 2 ഇലക്ട്രോൺസിനെ ഒക്കുപ്പൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്ത് ഏറ്റവും മുകളിലുള്ള ഒക്കുപ്പൈഡ് ആയിട്ടുള്ള ഓർബിറ്റലാണ് ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ. അതിന് മുകളിലോട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ട്, പക്ഷെ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്തിരിക്കുന്നവയിൽ ഏറ്റവും എനർജി കൂടിയ ഓർബിറ്റലിനെയാണ് നമ്മൾ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും താഴ്ന്ന മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്യുന്നു, പിന്നീട് അതിന്റെ മുകളിലുള്ള ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്യുന്നു, അങ്ങനെ ഒക്കുപ്പൈ ചെയ്ത് വരുന്നിട്ട് എവിടെയാണോ ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്യുന്നതിൽ ഏറ്റവും എനർജി കൂടിയ ഓർബിറ്റൽ, അതിനെയാണ് നമ്മൾ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഹയസ്റ്റ് ഒക്കുപ്പൈഡ് ഓർബിറ്റൽ മോളിക്കുലാർ ഓർബിറ്റൽ ഓഫ് ദ കാർബൺ മോണോക്സൈഡും പിന്നെ വേക്കന്റ് മെറ്റൽ ഓർബിറ്റലും തമ്മിലാണ് ഇവിടെ ആദ്യത്തെ സിഗ്മ ഡൊണേഷൻ മൂലമുള്ള ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇവിടുത്തെ HOMO, കാർബൺ മോണോക്സൈഡിന്റെ HOMO ഞാൻ ഇവിടെ ഒന്ന് പിക്ചോറിയലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, so let me write the lobes of the HOMO of CO. That is a simple representation. It is like this. Let me take some different colors. Okay, so here is it. Okay, and then I need another color. Let me take a light blue color. Okay, then I need another color, and then I need another color. പല കളറിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഓരോ ലോബിന്റെയും സൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വേവ് ഫംഗ്ഷന്റെ സൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ 2 ലോബിലും 2 സൈൻ ആയിരിക്കും വേവ് ഫംഗ്ഷൻ ഉള്ളത്. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റ് നെഗറ്റീവ് ആയിരിക്കും. അത് ഇലക്ട്രോണിന്റെയോ അല്ലെങ്കിൽ ആ മോളിക്കുലാർ ഓർബിറ്റൽ ഒക്കുപ്പൈ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ ചാർജുമായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവുമില്ല. അത് വേവ് ഫംഗ്ഷന്റെ സൈൻ ആണ് കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ ഈ ഓർബിറ്റൽസ് പഠിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? ഒന്ന് എന്ന് പറയുന്നത് ഈ മുകളിലോട്ടിരിക്കുന്ന ലോബിന് നമ്മൾ ഒരു കളർ കൊടുക്കുന്നു, താഴോട്ടിരിക്കുന്ന ലോബിന് മറ്റൊരു കളർ കൊടുക്കുന്നു. ഈ കളറിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുകളിലിരിക്കുന്ന ലോബിന് പോസിറ്റീവ് ആണെങ്കിൽ താഴെ ഇരിക്കുന്നത് നെഗറ്റീവ്, അത് പോസിറ്റീവ് ആണെങ്കിൽ താഴെ ഇരിക്കുന്ന ലോബിന്റെ സൈൻ ആണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇത് വേവ് ഫംഗ്ഷന്റെ സൈൻ ആണ്. വേവ് ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്വാണ്ടം മെക്കാനിക്സിൽ. ഈ ഓർബിറ്റലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേവ് ഫംഗ്ഷന്റെ സൈൻ ആണ് ഈ പറയുന്ന പോസിറ്റീവ് നെഗറ്റീവ്. ഇതിനിടയിൽ 2 പോസിറ്റീവ് നെഗറ്റീവും വേവ് ഫംഗ്ഷൻ ഇവിടെ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അത് നോഡ് എന്നാണ് വിളിക്കുന്നത് ഇവിടെ. ഓക്കെ, അവിടെ വേവ് ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്, അത് നോഡാണ്. അപ്പം ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നതാണ് കാർബൺ മോണോക്സൈഡിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ. ഇവിടെ 2 ന്യൂക്ലിയർ സെന്റേഴ്സ് ഉണ്ട്. കാർബണിന്റെയും ഓക്സിജന്റെയും ന്യൂക്ലിയർ സെന്റേഴ്സ് ഉണ്ടല്ലേ, കാർബണും ഓക്സിജനും ഉണ്ട്. അപ്പം അതിന്റെ മോളിക്കുലാർ ഓർബിറ്റലാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കാർബണിലെയും ഓക്സിജനിലെയും ആറ്റോമിക് ഓർബിറ്റൽസിന്റെ ലീനിയർ കോമ്പിനേഷൻ വഴിയോ അല്ലെങ്കിൽ ആറ്റോമിക് ഓർബിറ്റൽസിന്റെ കോമ്പിനേഷൻ വഴിയാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം
ആ മോളിക്കുലാർ ഓർബിറ്റൽസിലേക്ക് കാർബണിന്റെയും കോൺട്രിബ്യൂഷൻ കാണും, ഓക്സിജന്റെയും കോൺട്രിബ്യൂഷൻ കാണും. പക്ഷെ നിങ്ങൾ ഇവിടുത്തെ മോളിക്കുലാർ ഓർബിറ്റൽ പിക്ചർ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ നമ്മളുടെ കാർബണിന്റെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ് അല്ലേ. ഈ ലോബ് വളരെ വലുതാണ്, ഇവിടുത്തെ കാർബണിന്റെ കോൺട്രിബ്യൂഷൻ വലുതാണ്. സോ ഇറ്റ് പ്രിഡോമിനന്റ്ലി ഹാസ് സി ക്യാരക്ടർ. ഈ ലോബ് അല്പം കൂടെ ചെറുതാണ് കേട്ടോ, സോറി അല്പം കൂടെ ചെറുതാക്കി വരയ്ക്കേണ്ട കാര്യം ഉള്ള സത്യത്തിൽ അത്രയും മതി. അപ്പൊ ഇവിടുത്തെ പ്രിഡോമിനന്റ്ലി ദിസ് മോളിക്കുലർ ഓർബിറ്റൽ ഈസ് ഹാവിംഗ് ദ സി ക്യാരക്ടർ. അപ്പൊ ഇതിന് സി ക്യാരക്ടർ ഉള്ള ഒരു മോളിക്കുലർ ഓർബിറ്റൽ ആണ്. മീൻസ് ദാറ്റ് ദിസ് മോളിക്കുലർ ഓർബിറ്റൽ ഹാസ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ഫ്രം ദ അറ്റോമിക് ഓർബിറ്റൽസ് കമ്മിങ് ഫ്രം കാർബൺ. ഓക്കെ, അങ്ങനെയുള്ള ഒരു മോളിക്കുലർ ഓർബിറ്റലാണ് ഈ വരച്ച് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എ ഹോമോ ഓഫ് CO. ഹോമോ ഓഫ് CO. Let me remove the other parts so that other background. No problem. It will just give me another color. No, don't worry. So this is the molecular orbital of CO. Homo of CO. Okay, homo of CO. And this homo of the CO is the sigma donor. Why we call this a sigma donor? Because this homo has the electron pair in it. Okay, it is an occupied molecular orbital, and the electron pair in this molecular orbital is being donated to the vacant metal orbital. So let us draw the vacant metal orbital also. Let us suppose that this is the z-axis. Okay, then z-axis suppose here. So this is the z-axis. Okay, so now we have the vacant metal orbital here, and for example you can consider a hybrid orbital like SPD. Okay, SPD hybrid orbital. Yes, sorry. Okay. Yes, PD hybrid orbital. This is PZ, and let this be dz square. Okay, so we have a hybrid orbital here, and this hybrid orbital also I am going to draw. So here is the metal is here, and the hybrid orbital from the metal I am going to draw. So let this be like this one. Okay, so this is the hybrid orbital, and there is also another lobe. Let that be this one. Okay, so this is the hybrid orbital of the metal, and this hybrid orbital of the metal, and it will interact with the HOMO of CO, so that the electron in the HOMO of CO will be donated to this vacant orbital of the metal. So ഇവിടെ കണ്ടില്ലേ, നമ്മളുടെ കാർബൺ മോണോക്സൈഡിലെ ഹോമോ നമ്മളുടെ മെറ്റലിലെ വേക്കന്റ് ഓർബിറ്റലിലേക്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. So that a coordinate bond is formed, or we can even say like an electron sharing bond is formed. So this is the vacant orbital of the metal. Vacant orbital of the metal. Vacant metal orbital. Okay. So this is the first type of bonding. The first type of bonding, that is the metal carbon metal sigma donation. See, carbon is donating the electron pair to the vacant orbital of the metal. So that is why it is called carbon to metal sigma donation. Okay, that is the first bonding. So that an electron pair is shared between the carbon of carbon monoxide and the metal. So a sigma bond is formed. Now we are coming to the next bonding, that is the metal to carbon pi back donation. Metal to carbon pi back donation. So this is an important, very important type of bonding found in the metal carbonyls. Okay, it is very important because it gives
the stability to the metal carbon bond. We will talk about that later. Let first understand what is this metal to carbon sigma back donation. Here, in this second bonding, a filled metal orbital, a filled metal orbital, filled metal orbital will give the electron to the vacant pi star orbital of the CO. Vacant pi star orbital of the CO. Pi star orbital of carbon monoxide. Okay, this is how the bonding takes place here. In the previous case, what happened? The HOMO, that was the filled orbital of the CO, was giving the electron to the vacant metal orbital, and here the filled metal orbital, a filled metal orbital is giving the electrons to the vacant pi star orbital of CO. Okay, and this type of donation is called the metal to carbon pi back donation. We will see the details of that now. Okay, so let me draw the filled metal orbital. Let it be dxz or dyz, and as usual we have the z axis here. Let this be the z axis. Okay, and then we have the filled metal orbital here. Filled metal orbital. Let me draw the filled metal orbital here. Sorry, the direction is not very good. I'm not very good at drawing, especially in this tablets. Okay. So if this is a z-axis, if this is a z-axis, if you consider this as a z, it can be x or y. Okay, both are perpendicular to z, or it can be either x or it can be y. Okay, you suppose it either as x or y, and then we have the orbital here, the filled metal orbital. I am going to draw. Let it be like this. One lobe I am going to draw between the z-axis and the x or y axis. So one lobe is here, and the other lobe of the same sign is here. Okay, and then I am taking another lobe of the different sign here, and then that one. Oh, sorry, this is not very good picture. Okay, it extends to here. So this is the filled orbital of the metal. Filled orbital of the metal. So filled orbital of the metal here, and this is the filled orbital of the metal. As usual, the different colors are only showing the different signs of the wave function, which gives the molecular orbital, okay, which gives the orbital. Okay, here it is the atomic orbital. Okay, so this is a filled atomic orbital. Let me write it here: filled atomic orbital. Filled atomic orbital. Filled atomic orbital of metal. So depending on which axis you are taking, x or y, it can be either dxz, or it can be dxz, or dyz. It depends on which axis you are taking here, x or y. Okay, so it can be dxz or dyz at a filled metal orbital. And now this filled metal orbital will give its electrons to the vacant pi star orbital of the CO. So let me write the vacant pi star orbital of the carbon monoxide here. So we have the carbon here, carbon center here, and oxygen center here, and the pi star orbital, vacant pi star orbital of the CO, it will appear like this. Okay, so here is the green lobe. Okay, and here is the orange lobe. Orange lobe. Okay, and the orange lobe
one orange lobe is here, and then one green lobe is here. This one is smaller, okay, because the contribution of the oxygen towards this molecular orbital is less than that of the carbon. So this also has predominantly the C character, okay. So this is that, and here is it. So we have this orbital here. So you have to remember that this is a molecular orbital. Which molecular orbital it is? It is a vacant pi star of CO. Vacant pi star of CO. Pi star of CO. So what is pi star? It is anti-bonding pi orbital. Anti-bonding pi orbital, right? So here the electrons will be contributed from this metal orbital to the vacant pi star orbital. Okay. So what will happen when this type of bonding is happening? The vacant pi star orbital of the carbon monoxide is getting some electrons. So the pi star orbital is getting filled. Pi star orbitals fill ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. നമുക്ക് സിഗ്മ നമുക്ക് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസും ഉണ്ട്, ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസും ഉണ്ട്. പൈ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണല്ലേ. അപ്പൊ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് മോളിക്യൂളിനെ വീക്കൻ ചെയ്യും. അപ്പൊ നമ്മുടെ കാർബൺ മോണോക്സൈഡിലെ കാർബണിന്റെയും ഓക്സിജന്റെയും നടുക്കുള്ള കാർബണും ഓക്സിജനും തമ്മിൽ ഫോം ചെയ്തിരിക്കുന്ന മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ അകത്ത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിലാണ് ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ കാർബൺ ഓക്സിജൻ ബോണ്ടിനെ വീക്കൻ ചെയ്യും. സോ ദ ഫില്ലിംഗ് ഓഫ് ദ ആന്റി ബോണ്ടിങ് orbital of the carbon monoxide weakens the carbon oxygen bond. അപ്പോൾ ഈ carbon oxygen bond എന്ത് ചെയ്യും? weaken ചെയ്യും. Weakens the carbon oxygen bond. Okay, it weakens the carbon oxygen bond. It weakens the carbon oxygen bond means it lengthen the carbon oxygen bond. Bond weaken ആവുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? Bond lengthen ചെയ്യുന്നു എന്നർത്ഥം. So it weakens the carbon oxygen bond, at the same time it lengthens the carbon oxygen bond. So this is a consequence of this one. At the same time, this back donation will make the metal carbon monoxide bond or metal carbonyl bond stronger. So metal and carbon തമ്മിലുള്ള bond stronger ആവും. Metal carbon bond becomes stronger. And the carbon oxygen bond becomes weaker. Okay, it becomes weaker. So this is what is going to happen. So there are two types of bonding here. The first one was the sigma donation from the HOMO of CO to the vacant metal orbital, so that a metal or carbon bond is formed in which an electron pair is shared between the metal and the carbon, and that bond is again becoming stronger because of the pi back donation. അല്ലേ? ഇപ്പൊ നമ്മൾ ഒരു കൈ കൊണ്ട് ഒരാൾക്ക് ഒരു ഹസ്തദാനം കൊടുക്കുന്നു, അയാൾ മറ്റേ കൈ കൊണ്ട് നമ്മളുടെ അടുത്ത കൈയും കൂടെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം എന്താ? രണ്ട് കൈയും പിടിച്ച് നമ്മൾ വിലക്കുകയാണ്. നമ്മളുടെ ബന്ധം വളരെ സുദൃഢമാണ്. അതുപോലെയാണ് അങ്ങോട്ടും കൊടുക്കുന്നു ഇങ്ങോട്ടും കൊടുക്കുന്നു, അല്ലെ? കാർബൺ നമ്മുടെ മെറ്റലിന് അങ്ങോട്ട് കൊടുക്കുന്നു, മെറ്റല് കാർബണിന് കൊടുക്കുന്നു. സത്യത്തിൽ എന്താണ്? ഇലക്ട്രോൺ കാർബണും മെറ്റലും തമ്മിലുള്ള ബോണ്ട് വളരെ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പം there is a sigma donation and a pi back donation, and this makes the metal carbon bond very stronger. പക്ഷേ അതേസമയം തന്നെ ഈ കാർബൺ മോണോക്സൈഡിലേക്ക് വരുന്ന മെറ്റലിൽ നിന്ന് കാർബൺ മോണോക്സൈഡിലേക്ക് വരുന്ന ഇലക്ട്രോണുകൾ വന്ന് ഒക്കുപ്പൈ ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡിന്റെ പൈ സ്റ്റാർ ഓർബിറ്റലിലായതുകൊണ്ട് കാർബണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് വീക്കർ ആകുന്നു, അല്ലെങ്കിൽ കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്തൻ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പൊ ഇത് നമുക്ക് കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്തൻ ചെയ്യുന്നത് എങ്ങനെ മനസ്സിലാക്കാം? ഇത് മനസ്സിലാക്കാൻ നമ്മൾക്ക് ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് ഉണ്ട്, ദാറ്റ് ഈസ് IR സ്പെക്ട്രോസ്കോപ്പി. So using IR spectroscopy we can
we can see the extent of the buyback donation. എങ്ങനെയത് മനസ്സിലാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് IR സ്പെക്ട്രോസ്കോപ്പി അത് മനസ്സിലാകുന്നത് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഓക്കെ, അതിന്റെ പ്രിൻസിപ്പിൾസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പറയാം. ഈ കാർബൺ മോണോക്സൈഡിനെ, കാർബണും ഓക്സിജനും തമ്മിലുള്ള സിസ്റ്റം ഉണ്ടല്ലോ, കാർബൺ ഇറ്റ് ഈസ് ബൗണ്ട് വിത്ത് ഓക്സിജൻ വിത്ത് എ ബോണ്ട് അല്ലെ. ഈ ഒരു ബോണ്ടിനെ നമുക്ക് ഒരു സ്പ്രിംഗ് ആയിട്ട് കണക്കാക്കാം, ഒരു സ്പ്രിംഗ് ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നതിനൊക്കെ നല്ല ഒരു സ്പ്രിംഗ് പോലെ വരയ്ക്കുന്നതായിരുന്നു നല്ലത്. ഓക്കെ, എനിവേ, സോ കാർബണും ഓക്സിജനും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട്, ആൻഡ് ദിസ് ഇസ് ലൈക്ക് എ സ്പ്രിംഗ് or it is like a rubber rod or something like that. Okay, and there is always a vibration. ഇതെങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു? ഓക്സിജൻ അത് റൈറ്റിലേക്ക് പോകുന്നു, കാർബൺ ലെഫ്റ്റിലേക്ക് പോകുന്നു. ദിസ് ഈസ് കോൾഡ് ദി elongation of the bond. Then in the next moment it will come back, the oxygen will come back to the other side, and the carbon will also come to the other towards the oxygen, so that the bond length will decrease. അപ്പോൾ ആദ്യത്തെ കേസിൽ ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യും, രണ്ടാമത്തെ കേസിൽ ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യും. ഇതിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുക, ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യുക, ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എപ്പോഴും ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് ആ മോളിക്യൂളിന്റെ ഒരു ഇൻഹറന്റ് പ്രോപ്പർട്ടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിക്യൂളിനെ അബ്സല്യൂട്ട് സീറോയിൽ കൊണ്ടുവച്ചാൽ പോലും ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ വൈബ്രേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകത. ഇത് എവിടെ, ഈ കാർബൺ മോണോക്സൈഡ് മോളിക്യൂൾ എവിടെ ഇരുന്നാലും അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ ഇഫ് വി ആർ ബ്രിങ്ങിങ് ദ ടെമ്പറേച്ചർ ടു അബ്സല്യൂട്ട് സീറോ, then also the carbon oxygen bond will vibrate. It will lengthen, compress, stretching, compress, stretching, compress, stretching, compress. This is called a vibration. അപ്പൊ ഈ വൈബ്രേഷനെ നമ്മൾക്ക് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ, then the vibration frequency തൊട്ട് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. സോ ഇഫ് യു ആർ കമ്പയറിംഗ് ദിസ് ടു എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, അപ്പൊ നമ്മളുടെ ഇവിടെയാണ് അതിന്റെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതിനൊരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ട്. അപ്പൊ മിഡ് പോയിന്റ് ഇവിടെയാണ് കാർബൺ ഒക്കെ ചെയ്യുന്നത്, ഇവിടെ ഈ പൊസിഷനിലാണ് ഓക്സിജൻ ഒക്കെ ചെയ്യുന്നത്. ഇനി ഓക്സിജൻ ഇങ്ങോട്ട് മാറുന്നു, കാർബൺ ഇങ്ങോട്ട് മാറുന്നു, അതായത് ബോണ്ട് ലെങ്തൻ ചെയ്യുന്നു. ഇപ്പൊ ലെങ്തൻ ചെയ്യുമ്പോൾ നമ്മൾ റബ്ബർ റോഡാണ് പിടിച്ച് വലിച്ച് നീട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളുടെ കയ്യിൽ ഒരു ഫോഴ്സ് നമുക്ക് അനുഭവപ്പെടും. എങ്ങോട്ടാ? അതിന്റെ സെന്ററിലേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അതായത് ആ റബ്ബർ റോഡിനെ നമ്മൾ വലിച്ച് നീട്ടുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും അല്ലെ, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. ആ ഫോഴ്സ് ഇവിടെയും ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ബോണ്ടിനെ നമ്മൾ ഈ ബോണ്ടിനെ വലിച്ചു നീട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ബോണ്ടിനെ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഫോഴ്സ് അതിന്റെ മിഡിൽ പൊസിഷനിലേക്ക് ആക്ട് ചെയ്യപ്പെടും അല്ലെ. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ മൂവ്മെന്റ് ഇങ്ങോട്ടാണ്, ആ മിഡിൽ പോയിന്റിൽ നിന്ന് അകന്നു പോവുകയാണ്. ആ സമയം തന്നെ ആ മിഡിൽ പോയിന്റിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മിഡിൽ പോയിന്റിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ ഇങ്ങോട്ടാണ് നമ്മൾ അതിനെ മൂവ് ചെയ്യിക്കുന്നത്. മൂവ്മെന്റ് അതിനെ എക്സ് എന്ന് ഞാൻ വിളിക്കട്ടെ. ഇതിനെ തിരിച്ച് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇതിനെ എക്സ് എന്ന് പറയാൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇത് എക്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടെയാണ്. ആ സമയത്ത് അതിനെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ അതിന്റെ മിഡിൽ പോയിന്റിലേക്കാണ് അല്ലെ, ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം ഇതിനെ വലിച്ചു നീട്ടുന്നോ അത്രയും ഫോഴ്സ് കൂടുതലായിരിക്കും അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആക്ച്വലി the displacement, or F is equal to minus kx. ഇവിടെ k എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഒരു മൈനസ് സൈൻ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ മൈനസ് സൈൻ കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഏത് ഡയറക്ഷനിലാണോ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്, പക്ഷെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അപ്പം F is equal to minus kx. അപ്പൊ ഈ k അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്തുമാത്രം ഫോഴ്സ് അവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പല മെറ്റീരിയൽസ് എടുത്ത് ഇങ്ങനെ നമ്മൾ വലിച്ചു നീട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയലും ഒരുപോലെ ആയിരിക്കത്തില്ല ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം ആ മെറ്റീരിയലിനെ അനുസരിച്ചിരിക്കും അത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ ബോണ്ടിനെ നമ്മൾ വലിച്ചു നീട്ടുമ്പം ആ ബോണ്ടിനെ തിരിച്ച് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഫോഴ്സ് എന്തുമാത്രം ആക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തീരുമാനിക്കുന്ന എന്താണ്? ആ ബോണ്ടിന്റെ സ്ട്രെങ്ത് ആണ്. ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് ബോണ്ടിനെ കൊണ്ടുവരാൻ വേണ്ടി ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പം k എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്? ബോണ്ട് സ്ട്രെങ്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. k ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബോണ്ട് സ്ട്രെങ്ത് അല്ലെ.
അപ്പോൾ കെ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. ഫോഴ്സ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബോണ്ട് സ്ട്രെങ്ത് വളരെ കൂടുതലാണെന്ന് അർത്ഥം. സോ കെ ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ബോണ്ട് സ്ട്രെങ്ത്. ബോണ്ട് strength. Okay, K is an indicator of bond strength. Now, if we are considering the frequency of this, frequency nu is equal to 1 by 2 pi into root of K divided by mu, where mu is the reduced mass of this carbon monoxide. Mu is defined as MO divided by Mc plus Mo. Okay, this is mu. Here Mc is the mass of the carbon, Mo is the mass of the oxygen. So McMo divided by Mc plus Mo is the reduced mass of this carbon monoxide molecule. Okay, so if we are taking the nu square, then it is equal to 1 divided by 4 pi square into K divided by mu, right? K divided by mu, or we can write it like we can see that the nu square is proportional to K, അല്ലേ? അപ്പോൾ K കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്തും കൂടുതലായിരിക്കും, ന്യൂവും കൂടുതലായിരിക്കും. ഇനി ന്യൂവിനെ നമുക്ക് വേറെ രീതിയിൽ, ന്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്രീക്വൻസിയാണ്, ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ആണ്. Also we can write the frequency as nu is equal to c divided by lambda, അല്ലേ? C divided by lambda, or nu is equal to we can also write nu is equal to c into 1 by lambda is equal to nu bar, that is a wave number. So we can write nu is equal to c into nu bar. So instead of nu square, if we substitute c nu bar, then we can write c square nu bar square is equal to 1 divided by 4 pi square into K divided by mu. Okay, or nu bar square is equal to 1 divided by 4 pi square C square into K divided by mu. It means that as K increases, nu bar square will also increase, or if K is increasing, nu bar will increase. അല്ലേ? ഇപ്പൊ K കൂടുകയാണെങ്കിൽ, അതായത് if K increase ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇൻക്രീസ് ചെയ്യുന്നതിന് ഞാൻ മുകളിലോട്ട് ആരോ കൊടുക്കുകയാണ്. K increase, then nu bar will also increase. K increase ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ബോണ്ട് സ്ട്രെങ്ത് ഓർ ബോണ്ട് ഓർഡർ. ഓക്കെ, ബോണ്ട് സ്ട്രെങ്ത് ഓർ ബോണ്ട് ഓർഡർ. ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ അർത്ഥം. അപ്പൊ ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ന്യൂ ബാർ വിൽ ആൾസോ ഇൻക്രീസ്. അപ്പം ബോണ്ട് സ്ട്രെങ്തിനെ ആശ്രയിച്ചിരിക്കുകയാണ് ന്യൂ ബാർ. ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബോണ്ട് ലെങ്ത് കുറയും. അതിന്റെ അർത്ഥം ബോണ്ട് ലെങ്ത് കുറയും. ഈ ബോണ്ട് സ്ട്രെങ്ത് ഈസ് ഇൻക്രീസിങ്, then bond length will decrease. അപ്പൊ ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ കാർബൺ മോണോക്സൈഡിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? കാർബൺ മോണോക്സൈഡിലെ പൈ ബാക്ക് ഡൊണേഷൻ മൂലം, അതായത് മെറ്റൽ കാർബണിലെ പൈ ബാക്ക് ഡൊണേഷൻ മൂലം കാർബൺ മോണോക്സൈഡിന്റെ ബോണ്ട് വീക്കൻ ചെയ്യുന്നതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം പൈ സ്റ്റാർ ഓർബിറ്റിൽ ഒക്കുപൈ ചെയ്യുന്നത് മൂലം കാർബൺ മോണോക്സൈഡിലെ കാർബൺ ഓക്സിജൻ ബോണ്ട് വീക്കൻ ചെയ്യുന്നു. കാർബൺ ഓക്സിജൻ ബോണ്ട് വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കേണ്ടത്? നമുക്ക് ഇതനുസരിച്ച് ബോണ്ട് കൂടുകയാണെങ്കിൽ ന്യൂ ബാർ കൂടണം, ബോണ്ട് കുറയുകയാണെങ്കിലോ, ബോണ്ട് വീക്കൻ ചെയ്യുകയാണെങ്കിൽ ഈ ബോണ്ട് വീക്കൻസ്, then what should happen? New bar should decrease. That is what we have to understand. ബോണ്ട് വീക്കൻ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബോണ്ട് ലെങ്തൻ ചെയ്യുന്നു അർത്ഥം, അല്ലെ? ബോണ്ട് ലെങ്ത് കൂടുന്നു. Okay, so in our case the bond weakens because of the pi back donation, and since the bond weakens, the nu bar should decrease.
ഓക്കെ, അപ്പൊ ഈ ന്യൂ ബാർ എവിടെ കാണുന്നു? ന്യൂ ബാർ എവിടെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ IR സ്പെക്ട്രോസ്കോപ്പി. നിങ്ങൾ IR സ്പെക്ട്രോസ്കോപ്പി പഠിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ദിസ് ന്യൂ ബാർ ക്യാൻ ബി മെഷേർഡ് ഇൻ IR സ്പെക്ട്രോസ്കോപ്പി. IR സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് എന്താ, ഈ ഓരോ മോളിക്യൂളിലും എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ചില സ്ട്രെച്ചിങ് ഫ്രീക്വൻസിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂ ബാർ നമുക്ക് മെഷർ ചെയ്യാം. ന്യൂ ബാർ ക്യാൻ ബി മെഷേർഡ് ഇൻ IR സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ നമ്മൾ പല ന്യൂ ബാറുകളൊന്നും മെഷർ ചെയ്ത വാല്യൂസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് പല വാല്യൂസ് കാണിച്ചു തരാൻ പോവുകയാണ്. ഒന്നെന്ന് പറയുന്നത് പല കോംപ്ലക്സുകൾ കാണിച്ചു തരാൻ പോവുകയാണ്. ഒന്ന് NiCO4 ടൈംസ്, NiCO4 ടൈംസ്. ഓക്കെ, മറ്റൊന്ന് പറയുന്നത് CO4 ടൈംസ് മൈനസ് CO4 times minus, and the next one is FeCO4 times 2 minus, FeCO4 times 2 minus. അപ്പോൾ നമ്മൾ പല കോംപ്ലക്സുകൾ നമ്മളിവിടെ പരിഗണിച്ചിരിക്കുകയാണ്. ഈ കോംപ്ലക്സുകളുടെ പ്രത്യേകത നിങ്ങൾ നോക്കിയോ, ഇവിടുത്തെ മെറ്റൽ എന്ന് പറയുന്നത് നിക്കൽ, കൊബാൾട്ട്, അയൺ ആണ് അല്ലെ. നിക്കൽ, കൊബാൾട്ട്, അയൺ. എല്ലാത്തിനകത്തും 4 കാർബൺ മോണോക്സൈഡ് ലിഗാൻഡ്സ് ആണുള്ളത്. ഓക്കെ, പല കോംപ്ലക്സുകളുടെയും ചാർജ് പലതാണ്. ഇവിടെ NiCO4 ടൈംസ് ന്യൂട്രൽ ആണ്. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് കോംപ്ലക്സിന്, ഇവിടെ 2 നെഗറ്റീവ് ചാർജ് കോംപ്ലക്സ് ഉണ്ട്. ഇനി നമ്മൾ നിക്കൽ, കൊബാൾട്ട്, അയൺ അതിന്റെ അറ്റോമിക് നമ്പർ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. നിക്കൽ, കൊബാൾട്ട്, അയൺ നമ്മുടെ പീരിയോഡിക് ടേബിളിലേക്ക് നോക്കിയാൽ മതി. നിക്കൽ, കൊബാൾട്ട് ആൻഡ് അയൺ. ഇത് നിക്കൽ ആണ് ഇവിടെ ഉണ്ട്. നിക്കൽ 28, കൊബാൾട്ട് 27, അയൺ 26 അല്ലെ. അപ്പൊ 26, 27, 28. അപ്പൊ നമുക്ക് ആ അറ്റോമിക് നമ്പർ കൂടെ പരിശോധിച്ചതിന് ശേഷം അവിടെയുള്ള ഇലക്ട്രോണുകളെ പറ്റി ഒന്ന് നോക്കാം. ഓക്കെ, അയണാകുമ്പോൾ 26 ആണ് അയണിന്റെ അറ്റോമിക് നമ്പർ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 27. ഇത് നിക്കലിന്റെ അറ്റോമിക് നമ്പർ 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണും കൊബാൾട്ടും നിക്കലും അതിന്റെ ന്യൂട്രൽ സ്റ്റേറ്റിൽ, ഓക്കെ, അത് ആറ്റമായിട്ട് തന്നെ നിൽക്കുമ്പോൾ അയണിൽ 26 ഇലക്ട്രോൺസ്, കൊബാൾട്ടിൽ 27 ഇലക്ട്രോൺസ്, ഇവിടെ നിക്കലില് 28 ഇലക്ട്രോൺസ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടുത്തെ ഫോർമൽ ചാർജ് കൂടി നോക്കിയാണെന്നുണ്ട്. ഫോർമൽ ചാർജ് കേട്ടോ, ഫോർമൽ ചാർജ് നോക്കുകയാണെങ്കിൽ ഈ കോംപ്ലക്സിൽ ഫോർമൽ ചാർജ് 0 ആണ്. ഈ കോംപ്ലക്സിൽ ചാർജ് ഇല്ല. ഇവിടുത്തെ ഫോർമൽ ചാർജ്, മെറ്റലിന്റെ കോംപ്ലക്സ് ഫോർമൽ ചാർജ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട് ഇവിടെ അല്ലെ. നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ കൂടി വരണം, +1. ഓക്കെ, ഇവിടെ 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതുകൊണ്ട് ഫോർമൽ ചാർജ് അതിന് 2 നെഗറ്റീവ് ഉണ്ട്, അതുകൊണ്ട് 2 ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യപ്പെടണം. ഇപ്പൊ ഇവിടുത്തെ ഇലക്ട്രോൺ നോക്കിയാൽ ഇവിടെ 28, ഇവിടെ 27 + 1 that is also equal to 28, and this is 26 + 2 that is also equal to 28. പിന്നെ നമ്മൾ ഇലക്ട്രോൺ, കാർബൺ മോണോക്സൈഡിലെ ഇലക്ട്രോണുകൾ കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ എല്ലാ കോംപ്ലക്സുകളിലും സെയിം നമ്പർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആണ്. അതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് ലിഗാൻഡുകൾ എല്ലായിടത്തേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെയാണ് അല്ലെ. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോംപ്ലക്സുകൾക്ക് എല്ലാവർക്കും ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. All these complexes have the same number of electrons, so we can call this as isoelectronic species. Isoelectronic. അപ്പൊ ഇങ്ങനെ 3 ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ ഐസോ ഇലക്ട്രോണിക് സെറ്റ്സിനകത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വേവ് നമ്പർ ഒന്ന് നോക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഇവിടുത്തെ പൈ ബാക്ക് ഡൊണേഷൻ പരിഗണിക്കണം. അപ്പൊ നമുക്ക് CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയാണ് നമ്മൾ നോക്കുന്നത്. കാർബൺ മോണോക്സൈഡിന്റെ സ്ട്രെച്ചിങ് മൂലമുണ്ടാകുന്ന ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ന്യൂ ബാർ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, so frequency is expressed in nu bar. Actually nu bar is wave number, but in spectroscopy we say that frequency expressed in nu bar. But stretching frequency എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ വേവ് നമ്പർ ആണ് അവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ബട്ട് വി മേ സേ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രീക്വൻസി. ബട്ട് ഇപ്പോൾ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പോലും അതിന്റെ അർത്ഥം അവിടെ സത്യത്തിൽ നമ്മൾ എന്താണ്, വേവ് നമ്പർ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ദ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഓഫ് ദീസ് ഡിഫറെന്റ് സ്പീഷീസ് അത് എത്രയാണെന്ന് കൂടി ഞാനൊന്ന് പറയാം. പറയുന്നതിന് മുമ്പ് നമ്മുടെ എക്സ്പെക്ടേഷൻ കൂടി നമ്മൾ നോക്കണം. നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടുത്തെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിക്ക്? നമ്മളുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്
pi back donation കൂടിക്കഴിഞ്ഞാൽ, if pi back donation is increasing, then the carbon monoxide bond will weaken. Carbon oxygen bond will weaken. അല്ലേ? അപ്പം ബാക്ക് ഡൊണേഷൻ കൂടുമ്പോൾ കാർബൺ ഓക്സിജൻ ബോണ്ട് വീക്കൻ ചെയ്യും, CO ബോണ്ട് വീക്കൻ ചെയ്യും, CO ബോണ്ട് വീക്കൻ ചെയ്യും. CO ബോണ്ട് വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടി എന്ത് ചെയ്യണം? കുറയണം. അപ്പൊ എവിടെയാണോ പൈ ബാക്ക് ഡൊണേഷൻ കൂടുതൽ അവിടെ ആയിരിക്കും സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറവ്, അല്ലെ? പൈ ബാക്ക് ഡൊണേഷൻ കൂടുന്തോറും ബോണ്ട് വീക്കൻ ചെയ്യുമ്പോൾ ന്യൂ ബാർ കുറയും. അപ്പൊ നമുക്ക് എവിടെയായിരിക്കും പൈ ബാക്ക് ഡൊണേഷൻ ഏറ്റവും കൂടുതലുള്ളത്? ഇതെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളാണ്. എവിടെയായിരിക്കും അതുകൊണ്ട് പൈ ബാക്ക് ഡൊണേഷന് കൂടുതൽ സാധ്യതയുള്ളത്? പൈ ബാക്ക് ഡൊണേഷന്റെ സാധ്യത ഒന്നാമത്തെ കോംപ്ലക്സിനേക്കാൾ കൂടുതൽ രണ്ടാമത്തെ കോംപ്ലക്സ് ആണ്. കാരണം രണ്ടാമത്തെ കോംപ്ലക്സിൽ ഒരു ഫോർമൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. Since the formal negative charge is there in the metal, then the metal will have a large tendency to donate its electron towards the carbon monoxide. അല്ലേ? ഇവിടുത്തെ നിക്കലിലെ ഇലക്ട്രോണുകൾ ഇതിന്റെ ഫോർമൽ ചാർജ് 0 ആണ്. അപ്പൊ നിക്കലിന് ഇലക്ട്രോണുകളെ എന്തുമാത്രം വിട്ടുകൊടുക്കാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടോ അതിനേക്കാൾ കൂടുതലായിരിക്കും കൊബാൾട്ടിന്റെ ടെൻഡൻസി. കാരണം കൊബാൾട്ടിന്റെ ചാർജ്, ഫോർമൽ ചാർജ് നെഗറ്റീവ് ആണ് ഇവിടെ. അപ്പൊ നെഗറ്റീവ് ചാർജുള്ള കൊബാൾട്ടിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടും. ഇനി നമ്മൾ അയണിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഫോർമൽ ചാർജ് 2- ആണ്. അപ്പം അയണിന് വീണ്ടും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കാർബൺ മോണോക്സൈഡിലേക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള അയണിന്റെ ടെൻഡൻസി വീണ്ടും കൂടും, അല്ലെ? So the tendency of the pi back donation increases from nickel to iron. Iron ആയിരിക്കും ഇവിടുത്തെ pi back donationന്റെ ടെൻഡൻസി കൂടുതൽ. ഇപ്പൊ pi back donation നമുക്ക് ഓർഡർ നോക്കാം. So nickel will have the least capacity to back donate the pi electrons to the carbon monoxide. അതിനുശേഷം കൊബാൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊബാൾട്ടിനായിരിക്കും നിക്കലിനേക്കാൾ കൂടുതൽ പൈ ബാക്ക് ഡൊണേഷനുള്ള ടെൻഡൻസി കൂടുന്നത്. സോ കൊബാൾട്ട് വിൽ ഹാവ് എ ഗ്രേറ്റർ ടെൻഡൻസി ദാൻ ദ നിക്കൽ ടു ഡൊണേറ്റ് ദ പൈ electron to the carbon monoxide pi star orbital. So this will have greater tendency cobalt, and iron will have even greater tendency than the cobalt to donate the pi electrons to the vacant pi star orbital of the carbon monoxide. So iron. So this is the order of the pi back donation. Nickel less than cobalt, which is less than iron. So we already know that if the pi back donation increases, then the CO bond will lengthen, or CO bonds will weaken. അല്ലേ? അപ്പോൾ CO bond weaken ചെയ്യുന്നു, CO bondന്റെ weaken ചെയ്യുന്നു, CO bond weakening, CO weakening ഓർഡർ എങ്ങനെയായിരിക്കും? പൈ ബാക്ക് ഡൊണേഷൻ കൂടുമ്പോൾ CO കൂടുതൽ വീക്കൻ ചെയ്യും. അപ്പം സിഒയുടെ വീക്കനിങ് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ഈ പൈ ബാക്ക് ഡൊണേഷൻ എവിടെയാണോ ഏറ്റവും കൂടുതൽ അവിടെയായിരിക്കും സിഒയുടെ വീക്കനിങ്ങും കൂടുതൽ. സോ ദ സിഒ വീക്കനിങ് വിൽ ആൾസോ ബി ഇൻ ദ ഓർഡർ നിക്കൽ, കൊബാൾട്ട് ആൻഡ് അയൺ. ഇനി സിഒ വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ സിഒയുടെ ബോണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം സിഒ ബോണ്ട് വീക്കൻ ചെയ്യുമ്പോൾ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയും, അല്ലെങ്കിൽ ന്യൂ ബാർ കുറയും. അപ്പം എവിടെയാണോ ഏറ്റവും വീക്കായിട്ട് വരുന്നത് അവിടെ ആയിരിക്കും ന്യൂ ബാർ ഏറ്റവും കുറവ്, അല്ലേ? ഇപ്പൊ ന്യൂ ബാർ നമുക്ക് നോക്കാം. ന്യൂ ബാറിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും? എവിടെയാണോ സിഒ വീക്കൻ ചെയ്തിരിക്കുന്നത് അവിടെ ന്യൂ ബാർ ഏറ്റവും കുറവ്. അപ്പൊ ഏറ്റവും കുറവ് ന്യൂ ബാർ എവിടെയായിരിക്കും? അയണിന്റെ കേസിലായിരിക്കും ന്യൂ ബാർ ഏറ്റവും കുറവ്. അതിനേക്കാൾ കൂടുതലായിരിക്കും ന്യൂ ബാർ ഇവിടെ, അതിനേക്കാൾ കൂടുതലായിരിക്കും നിക്കലിന്. അപ്പൊ നിക്കലിന്റെ ന്യൂ ബാർ ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഓക്കെ, so nickel will have the highest new bar because it is the least weakened, it has the least weakened CO. So nickel, ഇപ്പൊ നിക്കലിനേക്കാൾ കൂടുതൽ വീക്കനിങ് ആണ്, CO വീക്കനിങ് എവിടെയാണ്? കൊബാൾട്ടിലാണുള്ളത്. അതുകൊണ്ട് കൊബാൾട്ടിന്റെ ന്യൂ ബാർ എന്ന് പറയുന്നത് പിന്നെയും കുറയും, വീക്കൻ ചെയ്യുന്നവരും ന്യൂ ബാർ കുറയും. അപ്പോൾ കൊബാൾട്ടിന്റെ ന്യൂ ബാർ കുറവായിരിക്കും. സോ കൊബാൾട്ടിനേക്കാൾ ന്യൂ ബാർ കുറവായിരിക്കും എവിടെ? അയണിന്റെ കേസ്. ഇതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. സോ ദ ന്യൂ ബാർ വാല്യൂ ഓഫ് ദ നിക്കൽ കോംപ്ലക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ന്യൂ ബാർ വാല്യൂ ഓഫ് ദ കൊബാൾട്ട് കോംപ്ലക്സ്, which is again greater than the new bar value of the iron complex. ഇനി നമുക്ക് ഇതിന്റെ റിയൽ വാല്യൂസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിന്റെ റിയൽ വാല്യൂസ് നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ് ഓരോന്നിന്റെ റിയൽ വാല്യൂസ്. അപ്പൊ നിക്കലിന്റെ കേസിലുള്ള റിയൽ വാല്യൂ, ഓക്കെ, ദെൻ
കൊബാൾട്ടിന്റെ കേസിലുള്ള റിയൽ വാല്യൂ, അയണിന്റെ കേസിലുള്ള റിയൽ വാല്യൂ ഓഫ് ന്യൂ ബാർ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. നിങ്ങൾ എന്നിട്ട് നമ്മുടെ എക്സ്പെക്ടേഷനുമായിട്ട് എങ്ങനെ അത് ഒത്തുപോകുന്നു നോക്കുക. സോ ഇൻ ദ കേസ് ഓഫ് ദ നിക്കൽ tetracarbonyl, the expected the observed new bar is 2060 centimeter inverse. 2060 centimeter inverse. This is the new bar here. Okay, in the case of nickel. കൊബാൾട്ടിന്റെ കേസിലെ ന്യൂ ബാർ എന്ന് പറയുന്നത് 1890 ആണ്. 1890 centimeter inverse. And in the case of iron, it is 1790 centimeter inverse. These are the observed value. So new bar in these three cases are like this. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ എവിടെയാണ് ന്യൂ ബാർ ഏറ്റവും കൂടുതൽ? യെസ്, ന്യൂ ബാർ ഈസ് മാക്സിമം ഇൻ ദ കേസ് ഓഫ് നിക്കൽ, and then it again decreases in the case of cobalt and again decreases in the case of iron. അത് തന്നെയല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്തത്? ന്യൂ ബാറിനായിരിക്കും ഏറ്റവും ഉയർന്ന, നിക്കലിന്റെ ന്യൂ ബാർ ഏറ്റവും കൂടുതൽ, പിന്നെ കൊബാൾട്ടിന്റെ അതിനേക്കാൾ കുറവ്, അയണിന്റെ അതിനേക്കാൾ കുറവ്. അങ്ങനെ തന്നെയാണ് 2060, 1890, 1790. So our expectation is correct. So this decrease in the stretching frequency from nickel to iron complexes is explained by the pi back donation from the metal to the carbon monoxide pi star orbital. അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിക്ക് വ്യത്യാസം ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് പരിഗണിക്കാം. മറ്റൊരു സെറ്റാണ് ഞാൻ പറയുന്നത്. മാംഗനീസ് MnCO6 ടൈംസ് പ്ലസ് MnCO6 times plus, okay, and then CrCO6 times and VCO6 times minus VCO6 times minus. Okay, so let us consider these three cases. Here we have manganese, chromium, vanadium, chromium and manganese. We can look at the periodic table. Where are these three metals? Vanadium, chromium, manganese. Vanadium 23, chromium 24, manganese 25. So these are the atomic number of the three metals. So let us write the atomic number here to count the electrons. Vanadium has 23, okay, chromium has 24 and manganese has 25, okay, and vanadium has a formal negative charge, so it will have 23 plus 1, okay. Chromium, this complex is neutral, so it has no formal charge, and in this case it is a formal positive charge, means you have to reduce one electron. So, okay, so 25 minus 1, ഒരു ഇലക്ട്രോൺ കുറയ്ക്കണം, അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഈ കേസിൽ it is 24, this is also 24 and this case also 24. So then carbon monoxide ligands in all the cases are 6 number of ligands, അല്ലേ? എല്ലാ കേസിലും 6 ligands ഉള്ളതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് എല്ലാ കേസിലും ഒരുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മളുടെ ഈ സ്പീഷീസുകൾ മൂന്നും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളാണ്. All these species are isoelectronic species, അല്ലേ? എല്ലാവരും ഐസോഇലക്ട്രോണിക്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇവിടുത്തെ പൈ ബാക്ക് ഡൊണേഷന്റെ എക്സ്റ്റെന്റ് ആണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പൈ ബാക്ക് ഡൊണേഷൻ ഓരോ കേസിലും എങ്ങനെയായിരിക്കും? എവിടെയാണോ ഫോർമൽ നെഗറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത്, ഫോർമൽ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത്, അവിടെ പൈ ബാക്ക് ഡൊണേഷനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഇവിടെ മാംഗനീസിന്റെ ഫോർമൽ ചാർജ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് മാംഗനീസ് വിൽ ഹാവ് എ ലെസ് ടെൻഡൻസി ടു ഡൊണേറ്റ് ഇറ്റ്സ് ഇലക്ട്രോൺ. ഓൾറെഡി അതിന് പോസിറ്റീവ് ആണ്, പിന്നീട് അതിന്റെ ഇലക്ട്രോണുകൾ വീണ്ടും അത് നഷ്ടപ്പെടുത്താൻ അത് ആഗ്രഹിക്കുന്നില്ല, അല്ലെ? അതുകൊണ്ട് മാംഗനീസിന്റെ പൈ ബാക്ക് ഡൊണേഷന്റെ ടെൻഡൻസി കുറവായിരിക്കും. ഓക്കെ, അതായത് അധികം ഇലക്ട്രോൺ ഡെൻസിറ്റിയെ അത് കാർബൺ മോണോക്സൈഡിന്റെ പൈ സ്റ്റാർ ഓർബിറ്റിലേക്ക് വിട്ടുകൊടുക്കില്ല.
എന്നാൽ ക്രോമിയം വരുന്ന കേസിൽ അവിടെ മാംഗനീസിനെ അപേക്ഷിച്ച് ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. കാരണം മാംഗനീസിന് പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ ചാർജ് ഒന്നും ഇല്ല. അതുകൊണ്ട് ക്രോമിയത്തിന് പൈ ബാക്ക് ഡൊണേഷനുള്ള ടെൻഡൻസി കൂടും. ഇവിടെ വനേഡിയത്തിന്റെ കേസിലും പൈ ബാക്ക് ഡൊണേഷന്റെ ടെൻഡൻസി വീണ്ടും കൂടും. കാരണം വനേഡിയം ഹാസ് എ ഫോർമൽ നെഗറ്റീവ് ചാർജ്. സിൻസ് ഇറ്റ് ഹാസ് എ ഫോർമൽ നെഗറ്റീവ് ചാർജ്, ഇറ്റ് വിൽ ഹാവ് എ ഹയർ ടെൻഡൻസി ടു ഡൊണേറ്റ് ഇറ്റ്സ് ഇലക്ട്രോൺ ടു ദ പൈ സ്റ്റാർ ഓർബിറ്റൽ ഓഫ് CO. അപ്പൊ എവിടെയായിരിക്കും ബാക്ക് ഡൊണേഷന്റെ എക്സ്റ്റന്റ് ഏറ്റവും കൂടുതൽ? എവിടെയായിരിക്കും? വനേഡിയത്തിന്റെ കേസിലായിരിക്കും ബാക്ക് ഡൊണേഷന്റെ എക്സ്റ്റന്റ് ഏറ്റവും കൂടുതൽ. ബാക്ക് ഡൊണേഷൻ എവിടെ കൂടുന്നുവോ അവിടെ ബോണ്ട് വീക്കൻ ചെയ്യും. ബോണ്ട് വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ന്യൂ ബാർ ഡിക്രീസ് ചെയ്യും, അല്ലെ? അപ്പം ബോണ്ട് വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ബാർ ഡിക്രീസ് ചെയ്യും. അപ്പൊ എവിടെയായിരിക്കും ന്യൂ ബാർ ഏറ്റവും കുറവുള്ളത്? വനേഡിയത്തിന്റെ കേസിലാണ് ന്യൂ ബാർ ഏറ്റവും കുറവായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ന്യൂ ബാർ ഈസ് എക്സ്പെക്ടഡ് ടു ബി മോസ്റ്റ് ഇൻ ദ കേസ് ഓഫ് മാംഗനീസ്. കാരണം ഇവിടുത്തെ പൈ ബാക്ക് ഡൊണേഷൻ വളരെ കുറവാണ്. So the new bar should be highest in this case. Back donation കുറഞ്ഞു കഴിഞ്ഞാൽ CO ബോണ്ട് വീക്കൻ ചെയ്യത്തില്ല. CO ബോണ്ട് വീക്കൻ ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് ഏറ്റവും ഉയർന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. മാംഗനീസിന്റെ കേസിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ മാംഗനീസിനേക്കാൾ കുറവായിരിക്കും എവിടെ? ക്രോമിയത്തിന്റെ കേസിൽ. ഓക്കെ, ക്രോമിയം കോംപ്ലക്സിന്റെ കേസിൽ. ആ ക്രോമിയം കോംപ്ലക്സിനേക്കാൾ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറവായിരിക്കും എന്ത്? വനേഡിയത്തിന്റെ കേസിൽ. ബിക്കോസ് വനേഡിയത്തിന്റെ കേസിൽ പൈ ബാക്ക് ഡൊണേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് CO ബോണ്ട് വീക്കൻ ചെയ്യും. CO ബോണ്ട് വീക്കൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയും കുറയും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇതിന്റെ റിയൽ വാല്യൂസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. റിയൽ വാല്യൂസ് എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് മാംഗനീസ് ഇറ്റ് ഈസ് 2101 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് മാംഗനീസ് കോംപ്ലക്സിന്റെ കേസിലെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി. ക്രോമിയം കോംപ്ലക്സിന്റെ കേസിലെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി 1981 ആണ്, 1981 സെന്റിമീറ്റർ ഇൻവേഴ്സ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ദ വനേഡിയം കോംപ്ലക്സ് ദ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഈസ് 1859 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പൊ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഏറ്റവും കുറവ് എവിടെയാണ്? വനേഡിയത്തിന്റെ കേസിൽ തന്നെ. ഏറ്റവും കൂടുതൽ മാംഗനീസിന്റെ കേസ്. So our expectation is correct. So now we have seen how the bonding in the metal carbonyl affect the vibrational frequency or the stretching frequency of the carbon oxygen bond in the metal carbonyls. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ബോണ്ടിങ്ങിനെ പറ്റി പഠിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ബോണ്ടിങ്ങിനെ പറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. There are different modes of bonding. One can be the terminal or it can be bridging. ബ്രിഡ്ജിങ്ങിന്റെ കേസിൽ അത് mu2 ആകാം, mu3 ആകാം. mu2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is bridging 2 metal atoms. mu3 means it is bridging 3 metal atoms. Okay. ഇനി നമ്മൾ അതിന്റെ ഹാപ്റ്റിസിറ്റിയെ പറ്റി പറഞ്ഞായിരുന്നു. Hapticity is the number of atoms of the ligand used for binding with the metal. It can be monohapto. In most of the cases, the carbonyls are monohapto ligands. In rare cases, it can be dihapto. ഈ കേസിൽ അത് dihapto ആണ്. Dihapto means both carbon and oxygen are used for binding with metal. Okay, and then we were talking about the bonding. Then bonding is of two types of bonding are happening in the metal carbonyls. One is carbon to metal sigma donation, and the second is the metal to carbon pi back donation. Okay, metal to carbon pi back donation. ഇതിനെ രണ്ടിനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. Then carbon to metal sigma donation സംഭവിക്കുന്നതിന് the HOMO of carbon monoxide donates this electron to the metal vacant metal orbital so that a sigma bond is formed. Okay, or electron pair is shared between the carbon and the metal. Okay, that is one type of bonding. The next one is the pi back donation. The pi back donation is from the filled metal orbital to the vacant pi star orbital of the carbon monoxide. So the filled metal orbital is here and it is donating its electron pair to the vacant pi star orbital of the carbon monoxide. And since the pi star orbital is being filled and it weakens the carbon monoxide bond, right? അപ്പോൾ കാർബൺ മോണോക്സൈഡിന്റെ ബോണ്ട് വീക്കൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് ആയിട്ട് പ്രോബ് ചെയ്യാം. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇഫ് ദ donation, the pi back donation is increasing, the metal carbon bond will weaken. If the metal carbon bond will weaken, then the nu bar will decrease. Stretching frequency will decrease.
അപ്പോൾ ആ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ ഡിക്രീസ് നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് ആയിട്ട് ഒബ്സർവ് ചെയ്യാം. നമ്മൾ പല കോംപ്ലക്സുകളെയും എടുത്തു, ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളുടെ 2 സെറ്റുകൾ എടുത്ത് പരിശോധിച്ചു. 2 സെറ്റുകളിൽ നമ്മൾക്ക് മനസ്സിലായത് ദ പൈ ബാക്ക് ഡൊണേഷൻ ഈസ് ഇൻക്രീസിങ്, ദ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഈസ് ഡിക്രീസിങ് അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ കേസുകളിലും അത് കണ്ടു. അപ്പോൾ ഇതാണ് 2 സെറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദ ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് തന്നെ ഇടാം, അല്ലെങ്കിൽ ഞാൻ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. വെരി ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു ലേൺ ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി നോട്ട്സ് തയ്യാറാക്കുക, വിവിധ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കി നിങ്ങൾ വളരെ നല്ല നോട്ട്സ് തയ്യാറാക്കി അത് വായിച്ചുകൊണ്ടുള്ള എക്സാമിനേഷൻ പോകാൻ. ഓക്കെ, I hope you enjoyed this class and see you again.